പ്രൈസ് ദി ലോർഡ്. ഈ നല്ല ഈ സമയത്ത് കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവം തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നേരത്തെ സിസ്റ്റർ ചോദിച്ചതുപോലെ സന്തോഷമുള്ളവരൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സന്തോഷ് പാസ്റ്ററുടെ ചർച്ചിൽ സന്തോഷമില്ലാതെ ആരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ, ശ്രീ സന്തോഷ് പാസ്റ്റർ കുടുംബം, മറ്റ് പല സെക്ഷനിൽ ലീഡ് ചെയ്യുന്ന എല്ലാ കർത്തദാസന്മാരും, എല്ലാ ദൈവമക്കളും, എല്ലാ കുഞ്ഞുങ്ങൾക്കും, പ്രത്യേക ഓൺലൈനിൽ കാണുന്നവർ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങളിവിടെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പാസ്റ്റർ പറയുവാൻ ഇടയായി തീർന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങൾ ഇവിടുത്തെ ലോകാതിശയങ്ങളിലൊന്നായ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ അവിടെ നിന്ന് ക്യൂ നിൽക്കുമ്പോൾ, അത് കാണാൻ ക്യൂ നിൽക്കുമ്പോൾ 2-3 പേർ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവർ ആരാണ്? അവർ ഇംഗ്ലീഷുകാരാണ്. ഒരു അമ്മച്ചിയുണ്ട്, അവരുടെ മോനുണ്ട്, കുടുംബവും ഒക്കെ ഉണ്ട്. അപ്പം അവർ തമ്മിലിങ്ങനെ പറയുകയാണ്, ചിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതലും സന്തോഷം. അല്ല, അവർ ചോദിച്ചത് ക്രിസ്ത്യൻസിനെ എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെയാണ് അവർ പറയുകയാണ് ചിരിക്കുന്നവരെ നിങ്ങൾ ചിരി തുടങ്ങി ഇപ്പം. പ്രൈസ് ദി ലോർഡ്. ചിരിക്കുന്നവർ ക്രിസ്ത്യൻസ് ആണെന്നാണ് അവരിങ്ങനെ പറയുകയാണ്. അപ്പം ലീന പറഞ്ഞു അത് കറക്റ്റാണെന്ന്. ഞങ്ങൾ അതുവരെ യാതൊരു ബന്ധവും ഞങ്ങൾക്ക് അവരുമായിട്ടില്ല. ആ ഒരു വേർഡ് പിന്നെ ഞങ്ങൾ ആ ടൂർ കഴിയുന്നിടം വരെ ഞങ്ങൾ അവരോട് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യം, അവർ ചിരിച്ചുകൊണ്ട് വരുമ്പോൾ, അവർ നടന്നു വരുമ്പോൾ അവിടെ നിൽക്കുന്ന ട്രാഫിക് പോലീസ് അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യൻസ് ആവണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യൻസിൻ്റെ പ്രത്യേകം നോക്കിക്കുക എന്താണ്? ചിരിക്കുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം, എൻ്റെ ചർച്ചിലുണ്ടായൊരു കാര്യമാണ് ഞാൻ പറയാൻ ആദ്യം തന്നെ ആഗ്രഹിക്കുകയാണ്. 2019 ഓഗസ്റ്റ് മാസം, ഒക്ടോബർ മാസം 4 പേരെ എനിക്ക് സ്ഥാനപ്പെടുത്താൻ റെഡിയായി തീർന്നു. കാരണം എന്നറിയാവോ? ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരൻ കോസ്കോ എന്ന കടയിൽ വെച്ച് ഒരു വ്യക്തിയെ, ഒരു ഡോക്ടറെ, ഒരു സൈക്കാട്രിക് ഡോക്ടറെ കണ്ടൊന്ന് ചിരിച്ചതേ ഉള്ളൂ, ജസ്റ്റ് ഒരു സ്മൈൽ. പിന്നെ തുടർന്ന് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു. അദ്ദേഹത്തെയും അത് കുടുംബത്തെയും അവരുടെ അപ്പന അമ്മ അങ്ങനെ 4 പേരെ കർത്താവിൻ്റെ നാമത്തിൽ അവർ സ്ഥാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്. ഇത് ഞാൻ പറയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിൻ്റെ ചിരിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ആധാരമാക്കി ഒരു വാക്യം തന്നെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 5:14 വാക്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. മാത്യു ചാപ്റ്റർ 5:14. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ എൻ്റെ ചർച്ചാ വിഷയം, അല്ലെങ്കിൽ ചിന്താവിഷയം, നമ്മുടെ ചിന്താവിഷയം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളതാണ്. വളരെ കേട്ടിട്ടുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾ ഓർക്കും UK എന്ന് വന്നിട്ട് ഇതൊക്കെയാണോ പറയുന്നത്? ഹല്ലേലൂയ. എനിക്ക് അത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആരോടാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നുള്ളത്? നമ്മൾ ഓരോരുത്തരോടാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രമാത്രം പവർഫുള്ളാണ്. ഹല്ലേലൂയ. വെളിച്ചമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ പ്രൊജക്റ്റുകളും എന്ത് ചെയ്യും? നിന്നു പോകും. ഹല്ലേലൂയ. ഇവിടെ കഴിഞ്ഞ ദിവസം ദേവദാസൻ പറയാൻ ഇടയായി തീർന്നു. ഏതോ ഇവിടുത്തെ ഒരു സ്റ്റേറ്റിൽ വെറും 1 മണിക്കൂറേ സൂര്യൻ ഉദിക്കത്തുള്ളൂ, വെളിച്ചമുള്ളൂ. എവിടെയായിരുന്നു അത്? അലസ്ക സംവെയർ. ഹല്ലേലൂയ. നോക്ക, നമുക്ക് ദൈവം വെളിച്ചം തന്നതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ഓരോ ദിവസവും നമ്മുടെ സമയങ്ങൾ ദീർഘിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഇലക്ട്രിക് ലൈറ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ എപ്പോഴും നമുക്ക് വെളിച്ചത്തിൽ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ എന്തുണ്ട്? സന്തോഷമുള്ളതാണ്. ഇവിടെ പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ലോകത്തിൽ വെളിച്ചം ഇല്ലാതൊരു കാലഘട്ടമുണ്ട്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അതിന് മുമ്പിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നു. എന്താണ് വായിക്കുന്നത്? ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറയാണ് വെളിച്ചമുണ്ടാകട്ടെ. അതുവരെ വെളിച്ചമില്ലായിരുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. എന്ത് സംഭവിച്ചു? വെളിച്ചം ഉണ്ടായി. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ ആ വാക്യം വായിക്കാൻ കാരണം, നമ്മളോട് വെളിച്ചമാണെന്ന് പറഞ്ഞ ദൈവത്തെ അവിടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഭൂമി പാഴ് ശൂന്യമായി ഇരുണ്ടിരുന്ന കാലഘട്ടത്തിൽ ഹല്ലേലൂയ ദൈവം സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് ദൈവം സൃഷ്ടിച്ചത് എന്താണ്? 3-ാം വാക്യം പറയുകയാണ് വെളിച്ചമുണ്ടാകട്ടെ. ഹല്ലേലൂയ. നോക്ക്,
അവിടെ അതിൻ്റെ 16-ാമത്തെ വാക്യം, ആ 4-ാമത്തെ ദിവസത്തിലാണ് ദൈവം സൂര്യനെ, ഇന്ന് നമുക്ക് വെളിച്ചം കാണത്തക്ക രീതിയിലുള്ള സൂര്യനെ സൃഷ്ടിച്ചത് 16-ാമത്തെ വാക്യത്തിലാണ്. പക്ഷേ അതിനു മുമ്പേ ദൈവം വെളിച്ചമുണ്ടാകട്ടെ. ആ വെളിച്ചം എന്താണ്? ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത പറയും. നമ്മളോട് നീ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ് ദൈവം പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ ദൈവത്തെ പറ്റി ഒന്ന് പറയാനാണ് ഞാൻ ചുരുക്കിയ സമയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, സകല സൃഷ്ടിയുടെ മുമ്പേ ഇന്ന് നമ്മൾ കാണുന്ന സൂര്യ ചന്ദ്ര നക്ഷത്രാദിയുടെ വെളിച്ചം ഉണ്ടാകുന്നതിന് മുമ്പേ വെളിച്ചമായിരുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളോട് വെളിച്ചമാണെന്ന് പറഞ്ഞവൻ ആരാണ്? ഹല്ലേലൂയ. വാക്കിനാൽ വെളിച്ചം വരുത്തുവാൻ, അതിന്റെ വാക്കിൽ വെളിച്ചം പരത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരോട് ഇരിക്കുമ്പോൾ ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് നമ്മൾ വെളിച്ചങ്ങളായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഇടയ്ക്ക് ഇവിടുന്ന് വെടിയേറ്റ് മരിച്ച ചാർലി ക്രിക്കിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അദ്ദേഹത്തിന് വലിയ ഡിഗ്രി ഒന്നുമില്ല. പക്ഷേ ഇവിടത്തെ പ്രസിഡന്റ് തൊട്ട് വൈസ് പ്രസിഡന്റ് അങ്ങനെ എല്ലാവരും അദ്ദേഹത്തോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്, പ്രാർത്ഥിക്കാൻ ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. കാരണം എന്താണ്? തന്നിലുണ്ടായ വെളിച്ചത്തിൻ്റെ പ്രകാശം ഹല്ലേലൂയ വ്യാപരിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ വിളിക്കുന്നത് ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. നാം ഈ അന്ധകാരത്തിൽ കടക്കുന്ന ജനങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ആ ദൈവത്തെ നമ്മെ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ് കർത്താവിനെ പറ്റി 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്നെ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായി നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഓൾറെഡി വായിച്ചു ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ലോകത്തിൽ ദൈവം വെളിച്ചങ്ങൾ സൂര്യചന്ദ്രനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു പക്ഷേ കുഞ്ഞുങ്ങൾ ചോദിക്കുമായിരിക്കും, എങ്ങനെ 2 പ്രാവശ്യം വെളിച്ചം? പലരും പറയുന്നുണ്ട് തെറ്റാണ് ബൈബിൾ. എന്താണ്? സൂര്യൻ ഉണ്ടാക്കുന്ന മുമ്പേ വെളിച്ചമുണ്ടാകട്ടെ എന്ന് വെളിച്ചമുണ്ടാക്കി എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് ഈ സൂര്യചന്ദ്രാദികൾ എന്ന് പറയുന്നത് ഇന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് സൂര്യൻ. ഹല്ലേലൂയ. സൂര്യൻ അല്ല യഥാർത്ഥ വെളിച്ചം. യഥാർത്ഥ വെളിച്ചം ആരാണ്? ദൈവമാണ് യഥാർത്ഥ വെളിച്ചം നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഇത് വായിക്കാൻ മാർക്കെങ്കിലും. അവിടെ ഇങ്ങനെ പറയുന്നു മലയാളത്തിൽ, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിൻ്റെ വിളക്ക്. അതേ പുസ്തകം 22-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് ദൈവം സകലത്തെ സൃഷ്ടിച്ചതിന് മുമ്പും ദൈവം വെളിച്ചമായിരുന്നു. ആ വെളിച്ചമാണ് ലോകത്തെ പ്രകാശിപ്പിച്ചത്. അതിനുശേഷമാണ് ദൈവം സകലത്തെ സൃഷ്ടിച്ചത്. ഇനി നമ്മൾ നിത്യതയിൽ ഹല്ലേലൂയ നമ്മൾ പോകുന്ന കാലഘട്ടത്തിൽ നിത്യതയിലും നമുക്ക് കാണാൻ സാധിക്കുന്നു, അവിടെയും സൂര്യൻ്റെ വെളിച്ചം ആവശ്യമില്ല, നക്ഷത്രത്തിൻ്റെ വെളിച്ചം ആവശ്യമില്ല. അവിടുത്തെ വെളിച്ചം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ലെന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവനാണ് പറഞ്ഞിരിക്കുന്നത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, അതിൻ്റെ നമ്മുടെ വെളിച്ചത്തെപ്പറ്റി പറഞ്ഞ ദൈവത്തെപ്പറ്റി പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കുന്നു. 1 തിമോത്തിയോസ് 6-16 വാക്യത്തിൽ പറയുന്നു, ആ വെളിച്ചമായ ദൈവത്തെപ്പറ്റി അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നാട്ടിൽ എടുത്തെങ്കിലും വായിക്കാൻ, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് വെളിച്ചമെന്ന് പറഞ്ഞവൻ്റെ ഒരു പ്രത്യേകതയാണ് ഹല്ലേലൂയ, ആർക്കും അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഒരിക്കൽ മോശ ഈ ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ ഐഡിയ തീർന്നു. ഹല്ലേലൂയ. നേരിട്ട് കാണാൻ സമ്മതിച്ചില്ല, തീർന്നു പോയെന്നെ. അവിടെ എങ്ങനെയാണ് കണ്ടത്? കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോൾ അവിടെ താഴെ ഇരിക്കുന്ന ജനം അവിടെ മോശയുടെ മുഖം കണ്ട് എന്താ പറഞ്ഞത്? ത്വക്ക് പ്രകാശിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ വേറെ ഒരു വ്യക്തി പൗലോസ്,
ആ ദമസ്കോസ് പട്ടണത്തിൽ ഒരു വെളിച്ചം അടിച്ചു എന്നാണ് പറയുന്നത്. അടിച്ചാൻ താഴെ വീഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതിനുശേഷം നമുക്കറിയാം, ആ ജ്ഞാനിയായിരുന്ന പൗലോസ് പറയുകയാണ്, എല്ലാത്തിനും തനിക്ക് പിന്നാലെയുള്ള കാലഘട്ടത്തിൽ സകലതും ചപ്പും ചവറും എണ്ണത്തക്ക രീതിയിൽ ഈ ലോകത്തിൻ്റെ ചിന്താഗതികളെ മാറി ഹല്ലേലൂയ താൻ പ്രകാശത്താൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ചപ്പും ചവറൊന്നും എണ്ണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. താൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വെളിച്ചങ്ങളെ നമ്മൾ പുറത്തു കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, ദൈവം നമ്മൾ തന്നിരിക്കുന്ന വെളിച്ചങ്ങളെ പ്രകാശിക്കുവാൻ വേണ്ടി ആണ് കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് അതിന് തന്നെയാണ്. ഹല്ലേലൂയ. അന്ധകാരത്തിൽ കടന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഇവിടെ ആയിരിക്കുന്നു ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങളെ നമ്മൾ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ വെളിച്ചങ്ങളായിട്ടാണ്. ഈ വാക്യം യേശു പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ആ അധ്യായത്തിൻ്റെ പ്രത്യേകത. മലയിൽ മേലുള്ള പ്രഭാഷണമാണ്. അവിടെ ആരോടാണ് യേശു പറഞ്ഞത്? അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, പലതരത്തിലുള്ള സാഹചര്യത്തിലുള്ള വ്യക്തികളോടാണ് യേശു കർത്താവ് പറയുന്നത്. അവിടെ അതിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവിടെ ഉണ്ടായിരുന്നവരെ പറ്റി പറയുകയാണ്. അവിടെ പറയും ദരിദ്രരായവർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അടുത്ത വാക്യം പറയും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അടുത്തത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ. ഇങ്ങനെ വലിയൊരു കൂട്ടത്തെ, പലതരത്തിലുള്ള സാഹചര്യങ്ങളുള്ള ഒരു കൂട്ടത്തോടാണ് യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കാണുന്ന പലതും കാണുമ്പോൾ നമ്മൾ മറ്റു വലിയ ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ഇത് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. എന്നാലും കർത്താവ് പറയുകയാണ്, സാധാരണക്കാരനായ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നിട്ട് യേശു പറഞ്ഞത് താഴോട്ട് പിന്നെയും പറയുകയാണ്, 13-ാമത്തെ വാക്കിൽ, നിങ്ങൾ ആദ്യം പറയുന്നത് വെളിച്ചം പറഞ്ഞതിന് മുമ്പ് പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അപ്പോൾ ഉപ്പ് കാരമില്ലാതെ പോകാൻ സാധ്യതയുണ്ട്. അടുത്ത വാക്യത്തെ 14-ാം വാക്യം നമ്മൾ വായിച്ച വാക്യം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പെണ്ണ് മറിഞ്ഞിരിക്കാൻ പാടില്ല. അത് എന്ത് ചെയ്യുക, കെട്ടുപോകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കി 2 സാധ്യതകളുണ്ട്. ഉപ്പിന് കാരമില്ലാതെ പോകാം, വെളിച്ചം കെട്ടുപോകാൻ സാധ്യതയുണ്ട്. നിങ്ങളതങ്ങനെ ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ആ വെളിച്ചം നമ്മൾ നിലനിർത്തുവാൻ നമുക്കിടയെത്തണം. അവിടെ ആ വാക്യത്തിന് താഴോട്ട് തന്നെ വായിക്കുമ്പോൾ, നിങ്ങളുടെ വെളിച്ചം ഒരിക്കലും കെട്ടുപോകാനോ അത് യാതൊരു രീതിയിലും അത് അടഞ്ഞു പോകാൻ ഇടയാകാത്ത സൂക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളായിരിക്കുന്നത്, ഈ ലോകം എന്ന് പറയുന്നത് പിശാചാണ് ലോകത്തിൻ്റെ ദൈവം. ഹല്ലേലൂയ. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലാണ് നമ്മൾ വെളിച്ചങ്ങളാക്കി ദൈവം വെച്ചിരിക്കുന്നത്. നോക്കിക്കേ, അപ്പോൾ നമുക്ക് എപ്പോഴും എന്തുണ്ട്, ഒരു ഫൈറ്റ് ഉണ്ട്. ഡാർക്ക്നെസ്സുമായിട്ട് നമുക്കൊരു ഫൈറ്റ് ഉണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ആ ശക്തികൾക്കെതിരെ നമ്മൾ ഹല്ലേലൂയ ആണ് കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിലാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ അന്ധകാരത്തിൻ്റെ അല്ലെങ്കിൽ ആ കുരുരുട്ടിൻ്റെ ഇടയിലാണ് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് കണ്ടിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം അപ്പം നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഹല്ലേലൂയ, നമ്മുടെ ഉത്തരവാദിത്വം അത് എത്ര വലുതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ് ആ ആദ്യത്തെ വാക്യം തന്നെ, യു ആർ ദ ലൈറ്റ് ഓഫ് ദി ആൽബനി. അല്ല, ഹല്ലേലൂയ, യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. ഹല്ലേലൂയ, ലോകത്തിൻ്റെ വെളിച്ചം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമുക്ക് പല ഉത്തരവാദിത്തമുള്ളവരുണ്ട്, പല പൊസിഷനിൽ ഇരിക്കുന്നവർ ഇവിടെ ഇതിനകത്ത് ഉണ്ടാകാം. ഏറ്റവും താഴെ വർക്ക് ചെയ്യുന്ന അവർക്ക് അവരുടേതായ ഏറ്റവും ലഘുവായ ഉത്തരവാദിത്തമേ ഉള്ളൂ. എന്നാൽ ഏറ്റവും മേലെ ഇവൻ ഒരു കമ്പനിയുടെ CEO, അദ്ദേഹത്തിന് സകലരെയും A to Z കാര്യങ്ങൾ അദ്ദേഹം നോക്കണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് വെച്ചിരിക്കുന്നത് നമ്മളെ CEOമാരായിട്ടാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ വെളിച്ചം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന ആ ഉന്നത വിളി, ഹല്ലേലൂയ, ആ അത്യുന്നതമായ വിളിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒതുങ്ങിപ്പോകാൻ ഇടയായി തീരുന്നത്, ഹല്ലേലൂയ, നമ്മൾ എംപവർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ അത്രമാത്രം ഉന്നതമായ പദവിയിലാണ് കർത്താവ് നമ്മെ വിളിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. നമുക്കറിയാം, ഇരുട്ടിന് ഒരിക്കലും വെളിച്ചത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. ഒരു ചെറിയ മെഴുകുതിരിക്ക് പോലും അതിൻ്റെതായ ശക്തി ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു ദൈവത്തെ പറ്റി പറഞ്ഞിടയായി തീർന്നു. വായിൽ നിന്നും വചനം പറയുമ്പോൾ വെളിച്ചമുണ്ടാക്കിയവൻ, ഹല്ലേലൂയ, അവനാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്.
ഈ സൂര്യചന്ദ്രാദി നക്ഷത്രാദികൾ ഉണ്ടാകുന്നതിന് മുമ്പേ വെളിച്ചമുണ്ടാക്കിയവൻ. ഹല്ലേലൂയ. ഇനി നിത്യതയിലും സൂര്യനും ചന്ദ്രനും വേണ്ടാത്ത സ്ഥലത്തും ഹല്ലേലൂയ വെളിച്ചമായിരിക്കുന്നവന്റെ തേജസ്സാണ് നമ്മൾ വ്യാപരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം അതുകൊണ്ട് നമ്മളിലുള്ള ആ വെളിച്ചത്തിന്റെ ശക്തിയുടെ ഇമ്പാക്റ്റ് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ജീവിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. അതിനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന ഉത്തമ ബോധ്യത്തോടെ നമുക്ക് ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മെ അതിനെ തടയുന്ന പല ഘടകങ്ങളുണ്ട്. ഞാൻ ഒരു വ്യക്തിയെ മാത്രം പെട്ടെന്ന് പറയാം. യെശയ്യാവ്. അദ്ദേഹം ആരായിരുന്നു? യെശയ്യാവ് പ്രവാചകൻ, വലിയ പ്രവാചകൻ. നമ്മൾ ആ അധ്യായങ്ങൾ വായിക്കുമ്പോൾ, ആദ്യത്തെ അധ്യായത്തോട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, അദ്ദേഹം മറ്റുള്ളവരോട് പറയാണ്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ ദർശനത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറഞ്ഞത്? എനിക്കയ്യോ കഷ്ടം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ആ വെളിച്ചത്തിന്റെ വ്യാപാരം ഉണ്ടാകുമ്പോൾ, ദൈവാത്മാവിന്റെ പ്രവൃത്തി നമ്മൾ സംഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ ആ വെളിച്ചം നമ്മെ മുഖാന്തരമായി തീരുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു റിലീജിയൻ ആൻഡ് റിലേഷൻഷിപ്പ്. പാസ്റ്റർ പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ഫോർ ദാറ്റ്. ഹല്ലേലൂയ. നമുക്ക് മതം, നമ്മളെ പേരിലുള്ള ക്രിസ്ത്യാനികളായി തീരാൻ നമ്മളെ ഒരിക്കലും ആയിത്തീരരുത്. ദൈവവുമായിട്ടുള്ള ബന്ധം, ഹല്ലേലൂയ, ദൈവവുമായിട്ടുള്ള ബന്ധമായിരിക്കണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം. നമുക്കറിയാം, ഈ കരിക്കട്ട കത്തുന്ന അല്ലെങ്കിൽ തീ പിടിച്ചിരിക്കുന്ന കരിക്കട്ടയോട് ചേർന്ന് കിടക്കുന്ന ആ കരിക്കട്ടയും എന്തായിത്തീരും? പ്രകാശിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ സ്വയം കഴിവുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ, ആ ദൈവത്തിലോട് നമ്മൾ ആശ്രയിച്ച് നിൽക്കുമ്പോൾ, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ പ്രകാശമാനോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മളും പ്രകാശിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളും കേൾപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീരട്ടെ. നമ്മുടെ അന്ധതകൾ ഒരിക്കലും ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മെ മൂടിക്കളയുവാൻ ഇടയായിത്തീരരുത്. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു ആക്സിഡന്റിൽ ഒരു വലിയ കൊക്കയിൽ നിന്ന് താഴെ വീണ ഒരു ബസ്, അതിനകത്ത് അർദ്ധരാത്രിയിലാണ്, ഒരു വെളിച്ചവുമില്ല. അപ്പോൾ അതിനകത്ത് രക്ഷപ്പെട്ട ചിലർ ഈ മരത്തിൻ്റെയൊക്കെ കൊമ്പയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുവാനിടയായി തോന്നുന്നു. എന്നിട്ട് ആ രാത്രി അവർ മണിക്കൂറുകൾ ചിലർ ആ താഴോട്ട് എത്രമാത്രം ആഴമുണ്ടെന്നറിയാതെ അതിനകത്ത് പിടിച്ചു കടന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് പൽക്കാലം പലപ്പോഴും നമ്മളും ഹല്ലേലൂയ ഇരുട്ടിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നമുക്കറിയത്തില്ല. അദ്ദേഹം വെളിച്ചം വന്നപ്പോൾ നോക്കിയപ്പം ഒരടിയേ ഉള്ളൂ. അതാണ് എൻ്റെ രസം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മൾ ആരും ഇരുട്ടിലായിത്തീരുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. വെളിച്ചത്തിൽ വസിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വെളിച്ചങ്ങളുടെ പിതാവെന്നാണ് ദൈവത്തെ പറ്റി പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം വെളിച്ചങ്ങളുടെ പിതാവായവൻ, ജീവന്റെ വെളിച്ചമായവൻ, ഹല്ലേലൂയ, ഞാനാണ് ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞവൻ, ഹല്ലേലൂയ, ഞാനാണ് ഹല്ലേലൂയ ആ ജീവൻ എന്ന് പറഞ്ഞവൻ. ഇന്ന് പൽക്കാലം നമ്മളോട് നമ്മെ വിളിച്ചിരിക്കുന്നത് ആ ഉന്നത വിളി, ഹല്ലേലൂയ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിളിയിൽ നമുക്ക് വിശ്വസിച്ച് നിൽപ്പാൻ നമുക്ക് ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ഈ ലോകത്തെ, ഞാൻ പറഞ്ഞു, പലവിധമായ അന്ധകാര ശക്തികൾ നമ്മുടെ ഈ വെളിച്ചത്തെ തകർത്ത് കളയുവാൻ ഇടയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ പല മണ്ഡലങ്ങളിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വിളക്ക് കത്തിച്ചിട്ട് പറയും കിഴി വെക്കരുത്, കട്ടിലും കിഴി വെക്കരുത്, പാത്രത്തിന് കിഴി വെക്കരുത്. നമ്മളെ പലതരത്തിലും നമ്മുടെ വെളിച്ചത്തെ കെടുത്തിക്കളയുവാൻ ഈ ലോകത്തിലെ പല തരത്തിലുള്ള ചിന്തകൾ, പല ശക്തികൾ ഹല്ലേലൂയ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതിനൊന്നും കീഴ്പ്പെടുവാൻ ഇടയായി തീരരുത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് നിർത്തട്ടെ. കഴിഞ്ഞ ദിവസം ഈ ഇവിടെ കടന്നു വരുവാൻ, ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ US കടന്നു വരുന്നത്. പല കാര്യങ്ങൾ കാണുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ എൻ്റെ ഷിക്കാഗോയിൽ പോകാൻ, ഞങ്ങളുടെ സുഹൃത്ത് ഷിക്കാഗോയിൽ പോകാൻ ഇടയായി തീർന്നു. അതുപോലെ ന്യൂയോർക്കിലെ പല പട്ടണങ്ങൾ കാണുവാൻ ഇടയായി തീർന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യനുണ്ടാക്കിയതാണ്, ആശ്ചര്യമായി തോന്നുവാൻ ഇടയായി തോന്നുന്നു. അതുപോലെ നായകര വെള്ളച്ചാട്ടം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു ഇത് എന്തോ വലിയൊരു കാര്യമായിട്ട് കാണുവാൻ ഇടയായി തീർന്നു. ആരാണ് ഈ മനുഷ്യനുണ്ടാക്കിയ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, ഇവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ആ സ്റ്റാച്യു കണ്ടപ്പോൾ അത് ലോകാത്ഭുതങ്ങൾ ഒന്നാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു മനുഷ്യനുണ്ടാക്കിയത് പോലും നമുക്ക് എന്താണ് അവിശ്വസനീയമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഹല്ലേലൂയ കർത്താവ് ഇതിനെയൊക്കെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഇതിന് ഉണ്ടാക്കാൻ കൊടുത്ത ബുദ്ധി കൊടുത്ത ആ സർവശക്തനായ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഭവനങ്ങൾ പണിയാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ തുറന്നുള്ള വാസം, ഹല്ലേലൂയ, അത് എത്രമാത്രം നമുക്കാർക്കും ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു വാസസ്ഥലമാണ് നമുക്ക് ഒരുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ
എൻ്റെ പല കൂട്ടുകാരെ, എൻ്റെ സ്വന്തക്കാരെ, ഞങ്ങളുടെ പഴയ ആൾക്കാരെ, അല്ലെങ്കിൽ എൻ്റെ അധ്യാപകരെ, എൻ്റെ കൂടെ പഠിച്ചവരെ പലരെയും കാണുവാൻ, സന്തോഷ് പാസ്റ്ററൊക്കെ കാണുവാൻ ഇടയായി തീർന്നു. ഞാൻ അതിനകത്ത് കൂടെ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ, നിത്യത്തിൽ ചൊല്ലുമ്പോൾ ഹല്ലേലൂയ, ഞാൻ കാണാതിരുന്നവരെ, ഹല്ലേലൂയ, ഞാൻ കേട്ടിട്ടുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ സഹപാഠികൾ, അങ്ങനെ ഒത്തിരി പേരെ ഒരുമിച്ച് കർത്താവിനോടുകൂടി നിത്യമായി വാസം ചെയ്യുന്നൊരു സുദിനം ഏറ്റവും മുമ്പിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പിശാച്, ലോകത്തിൻ്റെ പിശാച് നമ്മുടെ വെളിച്ചങ്ങളെ ഇല്ലാതെയാക്കി, നമ്മുടെ നിത്യതയെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി കീഴ്പ്പെട്ടുകൊണ്ട് നമ്മുടെ വെളിച്ചങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ജ്യോതിസികളായി നിൽക്കുവാൻ നമുക്ക് ഇടയായിട്ടുണ്ട്. ഈ അന്ധകാരത്തിൻ്റെ ശക്തികളെ ഹല്ലേലൂയ അതിജീവിച്ചുകൊണ്ട് ഹല്ലേലൂയ നിത്യതയിൽ ആ വെളിച്ചങ്ങളുടെ പിതാവായ ആ നിത്യതയോട് ഒരുമിച്ച് ആ വെളിച്ചമുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ വിളിച്ച് വേർതിരിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള ആഗ്രഹത്തോടെ നമ്മുടെ നാൾക്കുന്നാടോടെ വെളിച്ചം പ്രകാശിക്കുവാൻ ഇടയായി തീരട്ടെ. അല്ല, അതിനെ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് മൊത്തം പറയാനുള്ള സമയമില്ല, ഞാനിവിടെ നിർത്തുകയാണ്. ദൈവം നമ്മളെ വിളിച്ച ഉന്നത വിളിക്കൊത്തവണ്ണം നമുക്ക് മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതിനാ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടിയിരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് വാക്കുകളെ ചുരുക്കുന്നു. ഇപ്രകാരം അവസരം തന്ന പ്രിയ ദൈവദാസനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത്, സഭയെ ഓർത്ത് സ്തോത്രം ചെയ്ത് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.